മലയാളത്തിലെ അതിപ്രശസ്തനായ ഒരു സംവിധായകൻ്റെ പേരിൽ 3 പ്രമുഖരായ മുൻകാല നടിമാർ പരാതി കൊടുത്തുവെന്നും അത് ഹേമ കമ്മിറ്റിയുടെ മുൻപാകെയല്ല കോടതിയിലേക്ക് നേരിട്ട് അവർ പരാതി കൊടുത്തുവെന്നും വളരെ ചെറുപ്പത്തിൽ തങ്ങളെ ഇയാൾ മിസ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ലൈംഗിക വൈകൃതത്തിന് ഇടയാക്കി എന്നുള്ള കാര്യം അവർ കോടതിയുടെ മുൻപാകെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു വാർത്തയായിട്ട് ഇത് മാറുവാനുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊണ്ടുവെന്നും അതല്ല വയോധികനായ ഇല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളൊക്കെ ഒരുപാട് സംവിധാനം ചെയ്ത ഇദ്ദേഹം തൻ്റെ പേര് നശിച്ചു പോകാതിരിക്കുന്നതിനായിട്ട് ഒത്തുതീർപ്പായിട്ടും ക്ഷമയായിട്ടും പരാതി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത് പ്രവേശം ചെയ്തുവെന്നുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഗോസിപ്പ് കോളങ്ങളിൽ വന്നു നിറയുന്ന വാർത്ത. അപ്പോൾ എന്തായാലും സംവിധായകന് അല്ലെങ്കിൽ നടിമാർ ആരൊക്കെയാണെന്നുള്ള ചെറിയ ക്ലൂ മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാൻ നിർവാഹമുള്ളൂ. കാരണം പുറത്തേക്ക് വരാത്തൊരു വാർത്തയാണ്, മാത്രമല്ല ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തെളിഞ്ഞു വരുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് ശരിയായിട്ടുള്ള ഒരു കേസുമായിട്ട് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ നിജസ്ഥിതി നമുക്ക് വെളിവാകുകയുള്ളൂ. എങ്കിൽ പോലും സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഇങ്ങനെ നിരവധി റോളുകൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ കഴിവ് നേടിയിരുന്ന വലിയൊരു സംവിധായകനായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് ആളുകളുടെയൊക്കെ പ്രിയങ്കരനായ സംവിധായകൻ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിപ്പിക്കുവാനും എന്നാൽ കച്ചവട സിനിമകളും കോമഡി ചിത്രങ്ങളും ഒക്കെ ഒരുപാട് സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് വളരെ സുന്ദരിയായ ഒരു ഭാര്യയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ സിനിമയിലേക്ക് കൊണ്ടുവരിക, അവരുമായിട്ട് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ബന്ധമല്ല എങ്കിലും പല പ്രകാരത്തിലുള്ള വൈകൃതങ്ങൾക്ക് ഇരയാക്കുക, അല്ലെങ്കിൽ ഒരേ സമയം 3 പേരെ തൻ്റെ ഇടവും വലവും കിടത്തി പുതിയ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മൃഗീയ വിനോദം എന്നാണ് ചർച്ച വന്നിരിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന നർത്തകിയായ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പിറകിൽ ഇപ്പോൾ. എന്തായാലും ഇയാളെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരുപാട് കരുനിഴൽ വീഴ്ത്തുകയും പിന്നീട് അവിവാഹിതയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതം നശിച്ചു പോകാൻ ഇടവന്ന പ്രധാനപ്പെട്ട വ്യക്തി ഇദ്ദേഹമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ പ്രതികരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി അവരുടെ ഒപ്പം ഈ ഒരു പീഡനത്തിന് ഇരയാകുകയും ചെയ്ത അവരുടെ സുഹൃത്തുക്കളെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പരാതി കൊടുത്തേക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. അപ്പോൾ ഇവരുടെ ഒപ്പം ഈ പരാതി കൊടുത്തതിൽ ഒരു വ്യക്തിയെ കമൽഹാസന് ബലമായിട്ട് ചുംബിക്കുകയും എന്നാൽ ആ ചുംബനത്തിൽ നിന്ന് തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ച് അദ്ദേഹത്തെ തള്ളി നീക്കിയതിൻ്റെ പ്രതികാരമായിട്ട് പിന്നീട് ആ സിനിമയെ തന്നെ അവസരങ്ങൾ കിട്ടിയപ്പോൾ ചെയ്തിട്ടത്തെ ശക്തമായി അടിക്കുകയും വളരെ ഹരാസിയൊക്കെ ചെയ്തതോടുകൂടി പതിയെ സിനിമാ മേഖലയിൽ നിന്നൊക്കെ വിട്ടിട്ട് പോയ വട്ടപ്പൊട്ടുള്ള മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയായിരുന്നു അതിലെ രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആളും ഇതേപോലെ തന്നെ വലിയ കണ്ണുകളുള്ള ശാലീന സുന്ദരിയിലും മലയാളികളുടെ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമായിട്ടൊക്കെ ഒരു കാലത്ത് ആളുകൾ ആരാധിക്കുകയും പിൽക്കാലത്ത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി മലയാള സിനിമയിൽ തന്നെ പ്രശസ്തനായ ഒരു നടനെ വിവാഹം കഴിച്ച് ചെന്നൈയിലേക്ക് കുടിയേറുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം 3 പേരെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ 3 നടിമാരെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാൻ പറ്റില്ല. അവരെയൊക്കെ തീരെ ചെറിയ പ്രായത്തിൽ ഇവരെ എന്നാണ് ചെയ്യുന്നതെന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാതെ കൂട്ടുകാരൊക്കെ ആയിട്ടിരിക്കുന്നവർ വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കുന്നു, സിനിമയെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നു. കുട്ടികളല്ലേ, വലിയ പ്രായമൊന്നും ഈ ഫീൽഡിനെ കുറിച്ചില്ല. മാത്രമല്ല നമ്മുടെ മുതിർന്ന പല നടിമാർക്കൊക്കെ അറിയാമെങ്കിലും അവരൊക്കെ ഇങ്ങനത്തെ കാര്യത്തിന് മൗനസമ്മതം നൽകുകയും നിങ്ങൾ ചെല്ല്, എന്നാ കുഴപ്പം, നിങ്ങൾ 2-3 പേരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ റൂമിലേക്ക് തള്ളിവിടുകയൊക്കെ ചെയ്ത അമ്മ നടിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. അപ്പോൾ ചെല്ലുന്നു, ഐസ്ക്രീം കൊടുക്കുന്നു, കേക്ക് മുറിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുക്കുന്നു, പിന്നെ സിനിമയുടെ കുറേ ഭാഗങ്ങൾ രസകരമായി കോമഡികളൊക്കെ അവതരിപ്പിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ കുട്ടികളെ ആകെപ്പാടെ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ 3 പേരെ എൻ്റർടൈൻ ചെയ്ത് പിന്നീട് ഭക്ഷണത്തിലെ ലഹരി മരുന്ന് അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ മയക്കുമരുന്നുകളൊന്നും ഇല്ലെങ്കിലും അല്പം വീര്യം കൂടിയ വൈനുകൾ വിദേശത്ത് നിന്ന് ഇറക്കുന്നത് കൊടുക്കുന്നു, കുറേശ്ശെ മദ്യങ്ങൾ നൽകുന്നു. ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ഇവരെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം
വളരെ ഫ്രണ്ട്ലി ആയിട്ട് തോളെ കൂടെ കൈയിടുന്നു, കെട്ടിപ്പിടിക്കുന്നു. പതിയെ പതിയെ അയാളുടെ ബെഡ്റൂമിലേക്ക് എത്തിച്ചിട്ട് അയാൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തമാശയാന്നുള്ള രീതിയിലൊക്കെ കാണിച്ചപ്പോൾ ഇവർക്ക് ആദ്യകാലങ്ങളിലൊന്നും ഇത് ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടെ നോ പറയണം, എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നൊന്നും പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഒന്നും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഒട്ടുമേ പറയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇയാൾ ചൂഷണം ചെയ്യുകയാണെന്നോ ഒന്നും അന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ പറ്റിയില്ല. 3 പേരെ ഒരേ സമയം, നമ്മളൊക്കെ ത്രീസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് 3 പെൺകുട്ടികളെ ഒരേ സമയം കിടത്തിക്കൊണ്ട് അയാൾക്ക് തോന്നിയ എല്ലാ വൈകൃതങ്ങളും അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ, എന്നാൽ പിന്നീട് പലപ്പോഴും ആവർത്തിച്ചപ്പോഴത്തേക്ക് അവരെ പ്രായപൂർത്തിയൊക്കെ ആയി കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞ് ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവം വന്നപ്പോഴത്തേക്കും ഇയാളുടെ അടിമയായിട്ട് മാറിയെന്ന് മാത്രമല്ല, ഇവർ ഇതിന് അടിപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല വലിയ സംവിധായകനാണ്, മൊത്തം പ്രശ്നമാവും. മാത്രമല്ല ഇയാളുടെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ അവർ ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യത്തിലേക്ക് ഇതുവരെയും പരസ്യമായിട്ട് പ്രതികരിക്കാതിരുന്ന, അക്കാലത്ത് ശബ്ദം ഉയർത്താതെ വന്നേ. അതുകൊണ്ട് തന്നെ ഇയാൾ പലപ്പോഴും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇയാളെക്കുറിച്ച് ഈ കഥകളൊക്കെ അന്നും പ്രചരിച്ചിട്ടുണ്ട്. നാനി ഉൾപ്പെടെയുള്ള സിനിമാ മാസുകളിൽ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ ഈ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പഴമക്കാർക്കൊക്കെ അറിയാം, പുതിയ ആളുകൾക്കൊന്നും അറിയത്തില്ല എന്നുള്ളൂ. അപ്പം കുടുംബ സംവിധാനത്തിൽ അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളൊക്കെ ഒരുപാട് സംവിധാനം ചെയ്ത് സിനിമാ മേഖലയെ ഒന്നടങ്കം ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഇദ്ദേഹം വളരെ മാന്യദേഹമാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റിദ്ധാരണയാണ്. വന്ന് നന്മമരങ്ങളെല്ലാം വീഴുകയാണല്ലോ കർത്താവെ, അമ്പ് കൊള്ളാത്തവർ ആരുമില്ല ഗുരുക്കളിൽ എന്നൊക്കെ പറഞ്ഞു മാതിരി എല്ലാവരുടെയും പേര് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, പറഞ്ഞ് നമുക്ക് തന്നെ സ്വയം ലജ്ജ തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ഇത് പറയുന്നത് ഒരു ഗോസിപ്പ് എന്നതിലുപരി തൊഴിലിടങ്ങളിൽ ഇന്ന് ആദ്യകാലത്ത് സിനിമാ മേഖല എല്ലാവർക്കും കൊണ്ട് സിനിമാക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെയാണെന്നൊരു ധാരണയുണ്ടെങ്കിൽ ഈ ഹേമ കമ്മിറ്റി വന്നതോടുകൂടി ഇതിന് വന്നേക്കുന്ന ഒരു ഭാഷ്യം, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ക്രൂരത, അവർക്ക് മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം, ഒരു മേഖലയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം, അത് പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണം, ഇല്ലെങ്കിൽ ഒരേ ജോലിക്ക് ആളും തരവും നോക്കി വ്യത്യസ്ത തരത്തിലുള്ള കൂലി നൽകുക, അല്ലെങ്കിൽ വേതനത്തിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഈ WCC ഒക്കെ ആയിട്ട് രൂപീകരിച്ചപ്പോൾ ഒരു ചർച്ചയിലായിട്ട് മുന്നോട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണം എന്താണ് എന്ന പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടാനും, ഇനിയുള്ള പെൺകുട്ടികളാണെങ്കിലും ഇല്ലെങ്കിൽ വരുന്നവരൊക്കെ ഇത് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് വന്നി ചാടും മുമ്പ് ഈ മേഖല ഇങ്ങനെയാണ് എന്ന് സാധാരണക്കാരായ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സിനിമ സീരിയലും കണ്ട് എടുത്തിയാടി വരാൻ പോകുന്നവർക്കുള്ള ഒരു മുൻകരുതൽ, ഒരു ഇത്രയാണ് ഈ ഫീൽഡ് എന്നുള്ള ഒരു അറിവ് പകരാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നത്. അല്ലാണ്ട് കുറേ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടോ കുറേ അവിഹിത കഥകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇടുന്നവരാരും അഭിരമിക്കുകയോ സന്തോഷിക്കുകയോ കുറച്ച് പൈസ ഉണ്ടാക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നതെന്നൂടെ ഇത് കാണുന്ന കുറേ ആളുകളെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇതിനകത്ത് ശരിക്കാണ് യൂട്യൂബ് ഒരു വരുമാന മാർഗമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കഥകൾ പറയുമ്പോൾ ഈ പറയുന്നവർക്ക് എന്തോ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ പലരെക്കുറിച്ചും ബഹുമാനരായ പലരെക്കുറിച്ചും അപവാദ കഥകൾ പറഞ്ഞ് തുട്ടുണ്ടാക്കുന്നു, ശവന്തീനികൾ എന്നൊക്കെയാണ് പലരും വിലയിരുത്തുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളും ഇത്രയും സജീവമായതുകൊണ്ട് മാത്രമാണ് പല കുറ്റങ്ങളും ഇന്ന് ശിക്ഷിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാധ്യമങ്ങൾ പലതും വിസ്മരിച്ചതും തള്ളിക്കളഞ്ഞതും പറയാൻ ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ പൊതുജനങ്ങൾ ഇങ്ങനെ തള്ളി അല്ലെങ്കിൽ മീഡിയക്കാർ, ഓൺലൈൻ മാധ്യമങ്ങൾ, യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ചർച്ചയാക്കിക്കൊണ്ട് വന്ന തെളിവുകൾ നിരത്തുന്നതുകൊണ്ടൊക്കെ പലതിലും പ്രതികരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തിന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് കണ്ണ് തുറക്കേണ്ടി വരുന്നെന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾ മറക്കരുത്. എന്തായാലും പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്